നോട്ടാ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടോ? അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു ജിഞ്ചറിനല്ല ഇഞ്ചിക്ക് എന്താ പറയാ. അപ്പൊ വളരെ ജിഞ്ചർ മമ്മൂട്ടി വണ്ടി തന്നത് ഗായ്സ്. താങ്ക് യു. അമ്മ അടുക്കള കയറാത്തോണ്ട് സമയത്ത് ഒന്നും അറിയില്ല. സെറ്റ്. ഹലോ. സോ ഗൈസ് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. സിൻസ് ഇറ്റ് ഇസ് എ സെക്കൻഡ് സാറ്റർഡേ ആൻഡ് ഓഫ് ഡേ നമ്മളൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് എന്തായാലും ഇവിടെ സാമ്പാറും ചോറൊക്കെ കിട്ടുള്ളൂ. അതിനാദ്യം നമുക്ക് എന്ത് ചെയ്യണം വണ്ടി എടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് വണ്ടി വിനീതേട്ടൻ തരാറുണ്ട്. വിനീതേട്ടൻ OG-യിൽ പോസ്റ്റിംഗ് ആണ്. ചേട്ടന് ദ ഹൗസ് ഏജൻസിയാണ്. അപ്പോൾ നമുക്ക് ചേട്ടൻ വണ്ടി വരണം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പുറത്ത് പോയിട്ട് സാധനം വാങ്ങി വരണം ആദ്യം. ഗൈസ് തമിഴ്നാട്ടിൽ വന്ന ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടോ? ഇവിടെ ചിക്കനൊക്കെ കിട്ടുമോ ചോദിക്കുന്നവരോട്. കാര്യമായിട്ടൊന്നും കിട്ടൂലെങ്കിലും കുറേ കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ കാണാം അല്ല എന്തൊക്കെ ഇവിടെ കിട്ടും അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എൻ്റെ കോളേജിൻ്റെ ഏരിയ ആണ് ഗൈസ്. സോ നമ്മളിപ്പോൾ പോണത് സീമോങ്കിലേക്കാണ്. സീമോങ്കിലാണ് എൻ്റെ OG. സോ പോയിട്ട് കാണാം ആണ് ഗൈസ്. സീമോങ്ക് പോയിട്ടാണ് വണ്ടി എടുക്കാൻ. കിട്ടി ഗൈസ് താക്കോൽ. യമഹ ആണെന്നാ പറഞ്ഞ കണ്ടുപിടിക്കണം. വണ്ടി കാണില്ല. തപ്പി നടക്കണം. തപ്പി നടക്കാനാണ് വണ്ടി കാണുന്നത്. എവിടെയായിരിക്കും? അയ്യോ പണിയായില്ലോ. പഴയൊരു വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് എവിടാന്ന് പറഞ്ഞില്ല. സോ നമുക്ക് അപ്പുറത്തെ പാർക്കിങ്ങിൽ കൂടി ഒന്ന് നോക്കാം. ഇങ്ങോട്ടും കിട്ടിയില്ലേ വിളിച്ചോക്കാം. ഒരു യമഹ പീകോക്ക് കളർ വണ്ടി. നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. ഇവിടെ ജ്യൂസ് ഷോപ്പ് കൂൾബാറൊക്കെ ഉണ്ട്. മനസ്സിലായോ? ചേട്ടൻ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മാംഗോ ജ്യൂസും പറഞ്ഞു. സൗമ്യ ഷമാന്ന് പോലിരിക്കുന്ന കഞ്ഞിയോ തണ്ണിയോ എന്തോ ചോദിച്ചു. കിണ്ണി അങ്ങനെ തോന്നി. ഇവിടെ ഷമാമിന് എന്താ പറയുന്നത് അറിയില്ല. അല്ല അപ്പോൾ അതാണ് ഇവിടെ ഇതൊക്കെ ഉണ്ട്. ആക്ച്വലി പോകണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പോവാം. ഞാൻ അത് കുറച്ച് തമിഴ് പഠിപ്പിച്ചുതരാം. ഇവിടെ ഉള്ളിക്ക് നമ്മൾ വെങ്കായം എന്ന് പറയും. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ജിഞ്ചറിനല്ല ഇഞ്ചിക്ക് എന്താ പറയുക. അപ്പോൾ വളരെ ജിഞ്ചർ. അത് ഇംഗ്ലീഷല്ലേ തമിഴോ. അപ്പോൾ പറഞ്ഞ് ഇഞ്ചി തന്നെ. പിന്നെ എന്തിനും പിന്നെ നാരങ്ങക്ക് നമ്മൾ എലമക്കായ് എന്ന് പറയും. കാരണം കുറച്ച് തമിഴ് നമുക്ക് അറിയില്ല. ബാക്കിയൊക്കെ നമ്മളെ മലയാളം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. തക്കാളിക്കല്ല ടൊമാറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. തക്കാളിക്ക് എന്താ പറയുക? തക്കാളിയാ അങ്ങനെ കുറച്ച് വ്യത്യാസമുള്ളൂ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ. രസമുണ്ടോ? രസമുണ്ട്. അയ്യോ കൊള്ളാം. കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ ജ്യൂസ് ഷോപ്പ് ഉണ്ട്. കുറേ കാലമൊക്കെ ആയിക്കോണെങ്കിൽ എപ്പോഴാണ് വരാൻ പറ്റി. നമ്മളെ 2 ക്ലാസ്മേറ്റ്സിനെ നമുക്ക് കണ്ടുമുട്ടി.
This is Sanjay and this is Kishore. നീങ്ങെല്ലാം യൂട്യൂബിലേ വരും നീങ്ങെല്ലാരും യൂട്യൂബിലും ഇറക്കും ഇൻസ്റ്റാഗ്രാമിലും ഇറക്കും. മലയാളത്തില് പേസ് ചെയ്തോ? ഇത് മലയാളം ഓഡിയൻസ്, തമിഴ് தெரியாது എന്നോട് ഓഡിയൻസ്. എന്ത് അതെന്നാ മലയാളം தெரியாது உங்களுக்கு? தெரியும். അന്ന് മലയാളത്തില് പേസ്. അതന്റെ സോങ് അല്ലേ? പ്രേമലുവാ പിടിച്ച പടമാ? വേറെ ഏതോ പാക്കാതെ നീ അതിനാല് പ്രേമല് പിടിക്കുന്നത്. വേറെ என்ன மூவி பார்த்துட்டு இருக்கு? அது அந்த சாய் பல்லவி இருக்கு, அதனால எல்லாருக்கும் தெரியும். என்ன மூவி? ஆவேசமா? ஓகே ஓகே. பிடிச்ச மலையாளம் ஆக்டர் யாரு? உனக்கு മമ്മൂട്ടി. ഓക്കെ, അപ്പൊ ഈക്വൽ. ഭദ്രമായി ഏൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ യൂട്യൂബിൽ എടുത്തേട്ടനെ. ഈ ചേട്ടനെ നമുക്ക് വണ്ടി തന്നത് ഗായ്സ്. താങ്ക് യു, ബൈ. അങ്ങനെ നമ്മൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ജ്യൂസും കുടിച്ചു. പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാണ്, ഫുള്ളാണ് ചൂടാണ്, സഹിക്കാൻ പറ്റില്ല. എന്തായാലും കഴിഞ്ഞ് ഇനി പോയിട്ട് വേണം ഉണ്ടാക്കാൻ. നെയ്ച്ചോറ് ചിക്കൻ കറി ഒക്കെ ആവാറില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മള് പൊടികളൊക്കെ നമ്മളതിന് മെസ്സിന് നമ്മൾ കട്ടെടുക്കണം. മെസ് മാനേജർ ഉണ്ട് അവിടെ. മാനേജർ ഇല്ലെങ്കിൽ നമുക്ക് അണ്ണനൊന്നും ഇങ്ങനെ ചിരിച്ചൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ അമ്മ കുറച്ച് പച്ചക്കറി വാങ്ങേണ്ട വരില്ല. മാനേജർ പോയി ഗൈസ്. അപ്പം അതൊക്കെ ആണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, ചിക്കൻ സ്റ്റോർ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട് എന്നുള്ള മനസ്സിലായില്ലേ? അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലായൊന്നുമല്ല. പക്ഷെ പട്ടിക്കാടാണ് വെച്ചാലാണ് അത്രയൊന്നും വെച്ചാൽ നല്ലൊരു സ്ഥലം. ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയാണ് തമിഴ്നാട് യൂണിവേഴ്സിറ്റി. പക്ഷെ അതൊക്കെ ഒരു കാട്ടിനുള്ളില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സിറ്റി. അതെ. കിച്ചൺ ഇതാണ് ഗൈസ്. കിച്ചൺ ഞങ്ങൾ കാണിച്ചു തന്നാൽ പിന്നെ നമ്മൾ ചോദിക്കുക നമ്മളങ്ങനെ ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നത്. അതിന് ഞാൻ കാണിക്കുന്നില്ല, സമയമില്ല. പൊടി എടുക്കുന്നുണ്ട്. കിട്ടി ഗൈസ്, എല്ലാ മസാലയും നമുക്ക് കിട്ടി. നമ്മൾ നീ വേണം ഉണ്ടാക്കാൻ. അപ്പം വി ആർ ഗോയിങ് ടു സമയ്ക്ക് പോരാ ഗൈസ്. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ റൂം കാണിച്ചില്ല ഗൈസ്, കാരണം റൂം സ്ട്രിക്റ്റാണ്. വൃത്തി കേട് പറഞ്ഞാൽ ഹോസ്റ്റൽ ചരിത്രങ്ങളിൽ ആദ്യമായിട്ട് ഇത്ര വൃത്തികളുള്ള റൂം. അതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നില്ല, ബാക്കി കാണിച്ചില്ല. ഇവിടെ സൗമ്യ വെങ്കായം അരിയുന്നുണ്ട്. പിന്നെ ഫാൻ ഓഫ് ആക്കാനും പറയരുത്, എനിക്ക് വയ്യ, എത്ര ചൂടാണ് ഇവിടെ. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മളെ കട്ടിംഗ് ബോർഡ്. സൗമ്യ ഇവിടെ പച്ചക്കറികൾ അരിയുന്നുണ്ട്. സൗമ്യ അടുക്കള കയറാത്തോണ്ട് സൗമ്യക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ നമ്മള് പഠിപ്പിക്കുകയാണ് ഇപ്പൊ. ഉണ്ടോ? ഇത് അഞ്ചു ചേച്ചി, നമ്മളെ സീനിയർ അഞ്ചു ചേച്ചി ഇവിടെ കോളേജ് കഴിഞ്ഞ് പോയപ്പോ അഞ്ചു ചേച്ചിക്ക് മറച്ച് വിറ്റ ടേബിളിന്റെ ഒരു കഷ്ടാണ്. അതാണ് ഇപ്പൊ നമ്മളെ കട്ടിംഗ് ബോർഡ്. കത്തി നമ്മൾ കൊണ്ടുവന്ന്. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളെ പ്രൊഫഷണൽ ഷെഫ് ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഉമ്മനെ വിളിച്ചിട്ട് ചോദിക്കാൻ എങ്ങനെ ഉണ്ടാക്കാന്ന് ഒന്നും അറിയില്ല. ഓക്കെ, ദിവസമുള്ള ദോശനെ പറ്റിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇന്നത്തെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും പരിപ്പൊടി ചായയും വേറൊരു സാധനം കൂടി ഉണ്ട്, കേസരി, വെള്ളം വാർന്നൊരു സാധനം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത്. യെസ്, നെയ്ച്ചോറ്. ഷെഫിനെ ഞങ്ങൾ കാണിച്ചതാണ്. പക്ഷെ ഷെഫ് ഷൈയാണ്.
ഷെഫ് വീഡിയോയില് വരുന്നില്ല അറിയുമ്പ ആളും കൂടി ഉണ്ട് കേട്ടോ ഈ റൂമില്. നെസ്നുന്റെ സിസ്റ്ററിന്റെ കോൺവെക്കേഷൻ ആണ്, അതുകൊണ്ട് നെസ്നു പോയി. ബാക്കി എല്ലാവരും ഉണ്ട്. ഇവിടാണ് ഗൈസ് നമ്മളെ ഫുഡ് ആവുന്നുണ്ട്. രസം എന്ത് രസം കാണാനില്ലേ. ഷെഫിന്റെ കരങ്ങൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഷെഫ് മാക്സിൽ ഒരു ഭയങ്കരമായ കുക്കിങ്ങിലാണ് ഗൈസ്. കാണാൻ നല്ല രസമുണ്ട്. എന്താണ് നിങ്ങളെ പ്രഡിക്ഷൻ? ഇത് രസം ഉണ്ടാവോ ഇല്ലേ? ഇതിന് മുന്നേ ഉണ്ടാക്കിയതിൽ നമ്മൾ ഫ്ലോപ്പായി നമുക്ക് ചരിത്രമില്ല. അതുകൊണ്ട് രസം ഉണ്ടാകുന്ന എനിക്ക് തോന്നണേ. പിന്നെ നമ്മളെ അമ്മമാർ, ഉമ്മമാർ, അച്ഛന്മാർ, പപ്പന്മാർ ഈ വീഡിയോ കാണണമെങ്കിൽ ഇത് നമ്മൾ ഹോസ്റ്റലുകളിൽ മാത്രം ചെയ്യുന്ന കാര്യമാണ്. വീടുകളിൽ നമ്മൾ ചെയ്യൂല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് ഡെക്കോർ ചെയ്യാൻ പോവാണ്. ഷെഫ് പിള്ള അല്ല, ഷെഫ് റീം. സെറ്റ് കൂടി മതി മതി മതിട്ടോ. തിന്നാറ്റത് പോലെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇനി അടുത്തതാണ് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ വാങ്ങിയ മറ്റേ കറുവപ്പട്ട എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സാധനമാണിത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സാധനവും എന്താന്ന് അറിയില്ല. അപ്പം അത് അറിയുന്നവരെന്താന്ന് പറഞ്ഞത്. ഇതിന് തമിഴ്നാട്ടിൽ മാത്രം കിട്ടുന്ന സാധനമാണോ എന്ന് അറിയാനാണ്. ഇതുവരെ കണ്ടിട്ടില്ല. ഗൈസ് നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എന്നിട്ട് തിന്നുമ്പോൾ കാണാം. അങ്ങനെ നമ്മളെ ഉണ്ടാക്കല്ലേ പട്ടികളെ. നമ്മളെ നെയ്ച്ചോറും കറിയും റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇനി നമുക്ക് തിന്നോക്കാം. അവിടെ സെറ്റ് കല്യാണ പോലത്തെ മാറിയുണ്ട്. ശരിയാ, സോ ഗുഡ് ഗൈസ്, സോ ഗുഡ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും അടുത്ത വീഡിയോ എടുക്കണം. ബൈ.